വീടുന്ന് പിന്നെ നമ്മൾ എന്തിനാ ആടെ കൊണ്ട് വണ്ടി വെച്ചത്? അത്ര നല്ല കുരിശെടുത്തിട്ടാണല്ലോ ആള് നിന്റെ തലക്കെറ്റി വെച്ച് തന്നേക്കണം. അപ്പൊ നിന്നെ കണ്ടപ്പോ തന്നെ സ്കൂട്ടാവും. അതുകൊണ്ട് അധികം ചാൻസ് ഉണ്ട്. മൂളിപ്പാട്ടും പാടി മുത്തിപ്പുണരും കാറ്റ് എന്റെ അമ്മേ. ഇത്രയും സെറ്റപ്പ് വീടൊക്കെ ഉണ്ടായിട്ടാണ് ഇയാള് നിന്റെ അടുത്തുനിന്ന് പലിശക്ക് വാങ്ങിയത്. ഇയാള് കാറിലും മേടിച്ച് വാങ്ങും. ആ മാൻട്രാക്കിന്റെ പോലെ നിന്നെ ഏൽപ്പിച്ചില്ലേ, അതോടെ ആളുടെ ജീവിതം രക്ഷപ്പെട്ടു. വാ ബെല്ലടിച്ചു നോക്ക്. ആരെല്ലാം തോന്നിട്ടോ. ആരും ഇല്ല എന്നിട്ടൊന്നും ആയിരിക്കും ഒരാൾ മലപ്പുറം വാളുറക്കാണ്ട് അതിന്റെ ഉള്ളിൽ കയറി ഇരിക്കണായിരിക്കും. എനിക്കറിയില്ല ഏട്ടന്, മൂപ്പര് തുറക്കും. പോയെ നിക്കാണ്ട് അടിച്ചോണ്ടിരിക്കുക, എന്നാലാണ് തുറക്കുള്ളൂ. ഇവിടുന്ന് ആരും ഇല്ലാന്ന് തോന്നുന്നു. നീ അടിച്ചേ ഇവിടെ ഒരു വീട്ടിൽ വന്നിട്ട് ചറവറ ബെല്ലടിക്കുന്ന മോശമല്ലേ സാറേ? അവളുടെ മോശം. ചേട്ടാ നിങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. മുടി തിരിച്ചു തരാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾക്ക് എവിടെന്നാ മുടി കിട്ടിയെന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊക്കോളാം. വന്നേ, നീ വിചാരിക്കുന്ന പോലെ അല്ല. മൂപ്പരുടെ ഉണ്ടെന്ന് എന്തായാലും തുറന്നേനെ. എന്നാ പോവാ. ഇവിടെയൊന്നും ആരില്ല എന്നാ തോന്നേ. നിന്റെ കണ്ണിൽ എന്തെങ്കിലും കുരുണ്ടോ? അയാൾ നിന്നെ കണ്ടപ്പോ ഓടി ഒളിച്ച് വീടിനുള്ളിൽ കയറി ഇരിക്കണേ. ആ ഓട്ടത്തിന്റെ ഇടയിൽ പുള്ളി ഓസ് പോലും ഓഫ് ചെയ്യാൻ വിട്ടുപോയി. അത് ശരിയാണല്ല. തുറക്കണോ? അയാൾ ഒടുക്കത്തെ അഡ്ജസ്റ്റ്മെന്റ്. വാതിൽ ഇപ്പൊ തുറന്നില്ലെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ആയാലും ഭാര്യനോട് ഞാൻ പറയൂട്ടാ. അതെ തുറക്ക്. എന്താ പോവാ. വേറെ ദിവസം വളഞ്ഞിട്ട് പിടിക്കാം. എന്റെ അടുത്ത കളി. നിങ്ങൾ വന്നപ്പോ ഇറങ്ങി വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 3.5 മാസമായിട്ട് ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എയർ എക്സ്റ്റൻഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചില്ലേ, അതെനിക്കൊരു ഫ്രണ്ട് തന്നതാ. അത് അവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്നാ ചേട്ടന്റെ നമ്പർ ഒന്ന് വെച്ചിട്ടേക്കോ? ഇത്ര ഇഷ്യൂസ് ഒക്കെ ഇവിടെ നടന്നിട്ട് ഞാൻ അവനെ വിളിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. എത്രയൊക്കെ ചോദിച്ചിട്ടും ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് അവൻ പറയണില്ല. മാത്രമല്ല കഴിഞ്ഞൊരു മാസമായിട്ട് അവനെ പറ്റി യാതൊരു അറിവില്ല. സാരില്ല, എന്നാലും നമ്പർ ഒന്ന് അയച്ചിട്ടേക്ക്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് അന്വേഷിച്ചേക്കാം. അനുപമേ, സോറിട്ടാ, ഒരു ഗതിയില്ലാണ്ട് പറ്റിപ്പോയതാ. ഇനിയിപ്പോ എന്തായാലും പറ്റിയത് പറ്റി.